എല്ലാവർക്കും യു കെ എനർജി സോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബികോമിലെ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിനകത്ത് വരുന്ന ഒരു മൊഡ്യൂളിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഹയർ പർച്ചേസ് സിസ്റ്റം, അതിനകത്തുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എന്നുള്ളൊരു ഭാഗമാണ്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം കൂടിയാണ്. ബികോമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തൊക്കെ കാണുന്ന ഒരു ഭാഗം കൂടിയാണ് ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷൻ എന്നുള്ളത്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാനലിലൂടെ എല്ലാ ദിവസവും കൊമേഴ്സ് റിലേറ്റഡ് ക്ലാസ്സുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ഭാഗമാണ്. ഒരു 5-6 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാനും ചെയ്യാനും പറ്റുന്ന ഒരു ഭാഗമാണത്. ഇവിടെ ഇതാണ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് ക്യാഷ് പ്രൈസ് തന്നിട്ടുണ്ട്. ഇത്രയേ ക്വസ്റ്റ്യൻ ഉള്ളൂ. ക്യാഷ് പ്രൈസ് 12,000 രൂപയാണ് ക്യാഷ് പ്രൈസ് എന്നുള്ളത്. ഡൗൺ പേയ്മെൻറ്റ് 4,000 ആണ്. ഡൗൺ പേയ്മെൻറ്റ് 4,000 കൊടുക്കുന്നു. ബാക്കിയുള്ളത് 3 ഇൻസ്റ്റാൾമെൻറ്റായിട്ട് ഒരു ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ്? 3,200 ആണ് ഒരു ഇൻസ്റ്റാൾമെൻറ്റ് എന്നുള്ളത്. കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഇൻട്രസ്റ്റാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് പറഞ്ഞിട്ടില്ല. ക്യാഷ് പ്രൈസ് ഉണ്ട്, ഡൗൺ പേയ്മെൻറ്റ് ഉണ്ട്, ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഓരോ ഇൻസ്റ്റാൾമെൻറ്റ് തന്നിട്ടുണ്ട്. പക്ഷെ എന്തില്ല, ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് പറഞ്ഞിട്ടില്ല. അതാണ് ഈ ക്വസ്റ്റ്യനകത്തുള്ള ഒരു പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ നമ്മൾ പല രീതിയിൽ ഈ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ്റെ പല കേസുകളുമുണ്ട്. അതിൽ ഒരു കേസാണ് നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് തരാതെ രീതിയിൽ നമ്മൾ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് പറയുന്നതിന് മുൻപ് 2 കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവണം. ഒന്നാമത്തെയാണ് ക്യാഷ് പ്രൈസ് എന്നുള്ളത്. രണ്ടാമത്തെയാണ് ഹയർ പർച്ചേസ് പ്രൈസ് എന്നുള്ളത്, HP പ്രൈസ്, അതുപോലെ തന്നെ ക്യാഷ് പ്രൈസ്. ഈ 2 കാര്യങ്ങൾ നമുക്ക് അത് എന്താണെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാം, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഹയർ പർച്ചേസർ ഹയർ വെൻഡറുടെ കയ്യിൽ നിന്ന് റെഡി ക്യാഷിന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന തുകയാണ് ക്യാഷ് പ്രൈസ് എന്നുള്ളത്. റെഡി ക്യാഷിനായ എമൗണ്ടാണെന്ത് ക്യാഷ് പ്രൈസ് എന്നുള്ളത്. അതായത് ഇപ്പോൾ ഞാനൊരു ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. ആ ഫോണിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഒരു 1,00,000 രൂപയാണ് ആ ഫോണിൻ്റെ വില എന്ന് പറഞ്ഞാൽ, ആ 1,00,000 രൂപ റെഡി ക്യാഷിന് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ 1,00,000 ആണെന്ന് പറഞ്ഞാൽ ക്യാഷ് പ്രൈസ് എന്നുള്ളത്. ഇനി ഞാൻ ഹയർ പർച്ചേസ് സിസ്റ്റത്തിലൂടെയാണ് കൊടുക്കുന്നതെങ്കിൽ ഞാൻ 1,00,000 കൊടുത്താൽ മതിയാവില്ല. കാരണം ക്യാഷ് പ്രൈസിനോട് കൂടി എന്തുകൂടി ചേരും, അതിനകത്ത് ഇൻട്രസ്റ്റ് കൂടി ചേരും. അതായത് ചിലപ്പം 1,00,000 എന്നതിൻ്റെ ചിലപ്പം 1,10,000 1,20,000 നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പം ഈ നമ്മൾ മൊത്തത്തിൽ കൊടുക്കുന്നതാണ് ടോട്ടൽ എമൗണ്ട് പേയബിൾ ബൈ ദ ഹയറർ ടു ഹയർ വെൻഡർ. ഹയറർ എന്ന് പറഞ്ഞാൽ ആരാണ്? അറിയാലോ. ഹയർ എന്ന് പറഞ്ഞാൽ ഹയർ പർച്ചേസറാണ്. ഹയർ പർച്ചേസർ ഹയർ വെൻഡർക്ക് കൊടുക്കുന്ന ടോട്ടൽ എമൗണ്ടിനെയാണ് എന്ത് വിളിക്കുന്നത്? ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് വിളിക്കുന്നത്. അതായത് എന്തെങ്കിലും ഉൾപ്പെടും, അതിൽ ഇൻട്രസ്റ്റും കൂടി അതിനകത്ത് ഉൾപ്പെടും. ഇൻട്രസ്റ്റും ക്യാഷ് പ്രൈസും ചേർന്നതായിരിക്കും എന്ത് ഹയർ പർച്ചേസ് പ്രൈസ് എന്നുള്ളത്. ഈ 2 ടേം ആദ്യം മനസ്സിലാക്കുക. റെഡി ക്യാഷിൻ്റെ എമൗണ്ടാണ് എന്ന് പറഞ്ഞാൽ ക്യാഷ് പ്രൈസ് എന്നുള്ളത്. ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് പേയബിൾ ബൈ ദ ഹയറർ ഓർ ഹയർ പർച്ചേസർ ടു ദ വെൻഡർ. ഹയറർ വെൻഡർക്ക് കൊടുക്കുന്ന ടോട്ടൽ എമൗണ്ട് ആണെന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ കൊടുക്കുന്ന ടോട്ടൽ എമൗണ്ടിനെയാണ് എന്ത് വിളിക്കുന്നത്? ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് വിളിക്കുന്നത്. ഈ 2 ടേം നമുക്ക് മനസ്സിലായി മാത്രമേ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യനകത്ത് ഹയർ പർച്ചേസ് പ്രൈസ് എത്രയാണ്, അതായത് ടോട്ടൽ എമൗണ്ട് എത്രയാണ് കൊടുക്കുന്നത് പറഞ്ഞാൽ ആദ്യം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഹയർ പർച്ചേസ് പ്രൈസ് അല്ലെങ്കിൽ HP പ്രൈസ് എന്നുള്ളത് ആദ്യം എത്ര കൊടുക്കുന്നത്? ഡൗൺ പേയ്മെൻറ്റ് എത്ര കൊടുക്കുന്നത്? ഡൗൺ പേയ്മെൻറ്റ് എമൗണ്ട് കൊടുക്കുന്നു. പ്ലസ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് നമ്മൾ ഓരോ വർഷവും 3,200 വെച്ചിട്ട് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. ആര് കൊടുക്കുന്നുണ്ട്? ഹയറർ അല്ലെങ്കിൽ ഹയർ പർച്ചേസർ വെൻഡർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3 ഇൻറ്റു എന്താണ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എമൗണ്ട്. ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണെന്ന് വെച്ചാൽ എമൗണ്ട്. ഓക്കെ, ഇതായിരിക്കില്ലേ ഹയർ പർച്ചേസ് പ്രൈസ് എന്നുള്ളത്. അതായത് ഇവിടെയുള്ള ഡൗൺ പേയ്മെൻറ്റ് എത്രയാണ്? 4,000 രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ് എന്നുള്ളത്. 3 ഇൻറ്റു ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് എത്രയാണ്? 3,200 രൂപയാണ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് എന്നുള്ളത്. അതായത് ഹയർ പർച്ചേസിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 13,600 രൂപയാണ് ഹയർ പർച്ചേസ് പ്രൈസ് എന്നുള്ളത്. ക്ലിയർ? ഇനി
ഇവിടെയുള്ള ക്യാഷ് പ്രൈസ് എത്രയാണ്? ക്യാഷ് പ്രൈസ് എന്നുള്ളത് ക്യാഷ് പ്രൈസ് ക്വസ്റ്റിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്യാഷ് പ്രൈസിന് എത്രയാണ്? 12,000 രൂപയാണ് ക്യാഷ് പ്രൈസ് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഹയർ പർച്ചേസ് പ്രൈസ് എന്തായാലും ക്യാഷ് പ്രൈസിനേക്കാൾ കൂടിയ എമൗണ്ട് ആയിരിക്കില്ലേ ഹയർ പർച്ചേസ് പ്രൈസ് എന്നുള്ളത്. അപ്പോൾ ഈ കൂടിയ ഈ എമൗണ്ട് എന്താണ്? അത് ടോട്ടൽ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് അല്ലേ? അതായത് ടോട്ടൽ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ് ഈ ബാക്കിയുള്ള എമൗണ്ട് എന്ന് പറഞ്ഞത്. അതായത് 13,600 നിന്ന് 12,000 ഡിഡക്റ്റ് ചെയ്താൽ കിട്ടുന്ന 1,600 എന്നുള്ളത് എന്താണ്? ടോട്ടൽ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് ആണെന്ത്? 1,600 എന്നുള്ളത്. ക്ലിയർ? ഇനി ഈ 1,600 എന്നുള്ളത് നമ്മൾ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് പറയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഇൻട്രസ്റ്റിൻ്റെത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓരോ വർഷവുമുള്ള ഇൻട്രസ്റ്റ് എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതൊന്ന് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ആ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഓരോ കൊല്ലത്തിൻ്റെയും ആദ്യം ഉള്ള എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ റേഷ്യോയിലാണ് ഈ ടോട്ടൽ ഇൻട്രസ്റ്റ് എന്നുള്ളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. കൃത്യമായി മനസ്സിലാക്കുക. ഓരോ കൊല്ലത്തെയും ബിഗിനിങ്ങിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഇനി എത്രയാണ് ബാലൻസ് ഉള്ളത്, കൊടുക്കാൻ ഉള്ളത് എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യും. ആ റേഷ്യോൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ടോട്ടൽ ഇൻട്രസ്റ്റ് എന്നുള്ളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നോക്കാം. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് ഇയറിൻ്റെ ബിഗിനിങ്ങിൽ എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് എത്രയായിരിക്കും? എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഇനി എന്താണ് കൊടുക്കാനുള്ളത്? എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ളത് എത്രയായിരിക്കും? അതായത് ഫസ്റ്റ് ഇയറിൻ്റെ ബിഗിനിങ്ങിലുള്ള എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ കൊടുക്കാൻ എത്രയാണ്? 13,600 മൊത്തത്തിൽ കൊടുക്കുന്നത്. ഈ 13,600 നിന്ന് ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ ആദ്യം കൊടുക്കുന്നതാണത്. 4,000 ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ ആദ്യം കൊടുത്തുവല്ലോ. അപ്പോൾ ആ ഡൗൺ പേയ്മെൻറ്റ് കഴിച്ച് ബാക്കിയുള്ള എമൗണ്ട് അല്ലേ അതിൻ്റെ ഫസ്റ്റ് ഇയറിൽ ബിഗിനിങ്ങിൽ നമുക്ക് കൊടുക്കാനുള്ളത്? ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള എത്രയാണ്? ബാക്കിയുള്ള എമൗണ്ട് അല്ലേ? അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് 13,600 മൈനസ് 4,000 എന്താണ്? ഡൗൺ പേയ്മെൻറ്റിൻ്റെ എമൗണ്ട് ആണെന്ത്? 4,000 എന്നുള്ളത്. അങ്ങനെയുള്ള ഈ 9,600 ആയിരിക്കും ഫസ്റ്റ് ഇയറിൻ്റെ എന്ത് ചെയ്യുന്നത്? എമൗണ്ട് ബിഗിനിങ്ങിലുള്ള എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ളത്. ഇതേപോലെ തന്നെ സെക്കൻഡ് ഇയറിലെ ഇതാണ് ബിഗിനിങ്ങിനകത്തുള്ള എമൗണ്ട് നമ്മൾ ഇതേപോലെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സെക്കൻഡ് ഇയറിനകത്തുള്ള ബിഗിനിങ്ങിനകത്തുള്ള എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഫസ്റ്റ് ഇയറിൽ ബിഗിനിങ്ങിലുള്ളത് എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് 9,600. സെക്കൻഡ് ഇയറിൽ ബിഗിനിങ്ങിലുള്ള എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഈ 9,600 നിന്ന് നമ്മൾ എന്ത് കൊടുത്തു? നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തില്ലേ? ഫസ്റ്റ് ഇയറിലെ ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ കൊടുത്തില്ലേ? ഫസ്റ്റ് ഇയർ ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ്? 3,200 എന്നുള്ള ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തു. ആ 3,200 എന്നുള്ള ഇൻസ്റ്റാൾമെൻറ്റ് കഴിച്ചിട്ടുള്ള ബാക്കി തുകയാണെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇയറിലെ ബിഗിനിങ്ങിലുള്ള ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ ബാലൻസ് എന്നുള്ളത് എത്രയാണ്? 6,400 എന്ത് ചെയ്യുന്നത്? ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ ബാലൻസ് ആയിട്ട് സെക്കൻഡ് ഇയറിൽ. ഇനി തേർഡ് ഇയറിൻ്റെ ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്യാം. തേർഡ് ഇയറിൽ ബിഗിനിങ്ങിനകത്തുള്ള ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ 6,400 നിന്ന് നമ്മൾ സെക്കൻഡ് ഇയർ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തുവല്ലോ. എത്രയാണ്? 3,200 എന്നുള്ള ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തു. 3,200 ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തു. ബാക്കിയുള്ള 3,200 ഇവിടെയുള്ള ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് എന്നുള്ളത്. ക്ലിയർ? നമ്മളെന്ത് വേണം? ഇത് ഒന്ന് കൃത്യമായി മനസ്സിലാക്കുക. 9,600 എങ്ങനെയാണ് കിട്ടിയത്? 6,400 എങ്ങനെയാണ് കിട്ടിയത്? 9,200 എങ്ങനെയാണ് കിട്ടിയത്? കാരണം ഫസ്റ്റ് ഇയർ ബിഗിനിങ്ങിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് ആണ് 9,600. സെക്കൻഡ് ഇയർ ബിഗിനിങ്ങിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് ആണ് 6,400. തേർഡ് ഇയർ ബിഗിനിങ് ആണ്, എൻ്റെ അല്ല, ഒന്ന് മനസ്സിലാക്കുക. ബിഗിനിങ്ങിൽ ഔട്ട്സ്റ്റാൻഡിങ് എത്ര? ഔട്ട്സ്റ്റാൻഡിങ് ഇനി കൊടുക്കാനുള്ളത് എത്ര? 3,200 എന്നുള്ളത് തേർഡ് ഇയറിലെ ബിഗിനിങ്ങിൽ. തേർഡ് ഇയർ ലാസ്റ്റ് നമ്മൾ ഈ 3,200 കൊടുക്കുമല്ലോ. അത് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ആണല്ലോ തേർഡ് ഇയറിൻ്റെ. അത് നമ്മൾ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ആ എമൗണ്ട് എന്നുള്ളത് കൊടുക്കും. അപ്പോൾ ഇതാണ് റേഷ്യോ എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ എന്ത് വേണം? ഇത് റേഷ്യോ ആയിട്ട് നമ്മൾ എടുത്തെഴുതുക. 9,600 = 6,400
3200. ഓക്കെ, ഇതിനെ മാക്സിമം ചുരുക്കുക 96, 64, 32. അല്ലെങ്കിൽ ഈ 3200 എന്ത് ചെയ്യും, ഇതിൽ 3200 എന്നുള്ളത് ഇതിൽ എത്ര പ്രാവശ്യം പോകും? 3200 3 പ്രാവശ്യം പോകും. ഇതിൽ 2 പ്രാവശ്യം, ഇതിൽ 1. അങ്ങനെ 3:2:1 എന്നുള്ള റേഷ്യോനകത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, അതിനെ എടുത്തത് 3:2:1 എന്ന റേഷ്യോനകത്ത് എടുത്തത്. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഈ ഇൻട്രസ്റ്റ് എന്നത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ റേഷ്യോയിലാണ് ഇൻട്രസ്റ്റ് എന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ റേഷ്യോ എന്ന് പറയുമ്പം ഫസ്റ്റ് ഇയറിനകത്തുള്ള ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് എത്രയാണ്? ഫസ്റ്റ് ഇയറിനകത്തുള്ള ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് എന്നുള്ളത് മൊത്തത്തിൽ എത്രയാണ്? 1600 ഇൻട്രസ്റ്റ് ഉള്ളത്. അതിൻ്റെ 3/5 6. ക്ലിയർ? 3/6 എന്നുള്ളത് 3/6. ഓക്കെ, അതായത് 800 രൂപയാണ് ഫസ്റ്റ് ഇയറിനകത്തുള്ള ഇൻട്രസ്റ്റ് എന്നുള്ളത്. സെക്കൻഡ് ഇയറിനകത്തുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 1600ൻ്റെ 2/6 സെക്കൻഡ്. 2 ഈ 6 എങ്ങനെയാണ് കിട്ടിയത് മനസ്സിലായി? 6 എങ്ങനെയാണ്? 3 + 2 + 1 ആണ്. ഓക്കെ, അതാണ് സെക്കൻഡ് ഇയറിനകത്തുള്ള ഇൻട്രസ്റ്റ് എന്നുള്ളത്. നമ്മൾ ചെയ്ത് നോക്കാം, കിട്ടുന്നൊക്കെ ഇതേപോലെ. തേർഡ് ഇയറിനകത്തുള്ള ഇൻട്രസ്റ്റ് എന്നുള്ളത് 1600 1/6 എന്നുള്ളത്, അത് 267 തേർഡ് ഇയറിനകത്തുള്ള ഇൻട്രസ്റ്റ് എന്നുള്ളത്. അതായത് ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയാണ്? 1600 ടോട്ടൽ ഇൻട്രസ്റ്റ് എന്നുള്ളത്. ഓക്കെ, ഇത് ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷനാണ്. ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷൻ ഓരോ വർഷത്തെയുമുള്ള ഇൻട്രസ്റ്റ് നമ്മളിവിടെ എന്ത് ചെയ്തു? കാൽക്കുലേറ്റ് ചെയ്തു. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്? എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് എടുത്തിട്ട് ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ റേഷ്യോയിൽ ടോട്ടൽ ഇൻട്രസ്റ്റ് ഡിവൈഡ് ചെയ്തു. അതാണ് ഇതിനകത്ത് ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പുകളൊന്ന് മനസ്സിലാക്കി വെക്കുക. ആദ്യം ഹയർ പർച്ചേസിൻ്റെ പ്രൈസ് ടോട്ടൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ക്യാഷ് പ്രൈസ് നമ്മൾ എടുത്തെഴുതി. ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് കാൽക്കുലേറ്റ് എന്നുള്ളത് തേർഡ് സ്റ്റെപ്പ്. ദെൻ ഓരോ വർഷത്തെയുമുള്ള ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് അടുത്ത സ്റ്റെപ്പ്. പിന്നെ അതിന് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നെക്സ്റ്റ് സ്റ്റെപ്പ്. ആ റേഷ്യോൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ലാസ്റ്റ് സ്റ്റെപ്പ്. അതുപോലെ ആ സ്റ്റെപ്പ് മനസ്സിലാക്കിയിട്ട് തന്നെ ഒന്ന് ചെയ്യുക. നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കുന്ന ഭാഗമാണ്, ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് ഹയർ പർച്ചേസിനകത്തുള്ള ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷൻ, ഒരു കേസിനകത്തുള്ള ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷൻ എന്നുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. താങ്ക് യു. മറ്റൊരു കൊമേഴ്സ് റിലേറ്റഡ് ക്ലാസ്സുമായി നാളെ കാണാം. താങ്ക് യു.